ജന്മാദ്യസേതോന്നയാതിതരതച്ചാർത്തേഷു വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മകൃതായ ആദികവേയം കേന്ദ്രയസൂരയ തേജോവാരി മൃതാമ്യഥാ വിനിമയോ എത്ര തിസർഗോമുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ മുന്നിലങ്ങനെ കണ്ടു. പ്രാണൻ പോകാൻ ശ്രമിക്കുന്ന ആ ഒരു സന്ദർഭം, പോകാൻ തുടങ്ങുന്ന ആ ഒരു സന്ദർഭത്തിൽ ഭീഷ്മർ ഭഗവാനോട് അല്പനേരം അവിടെ നിലകൊള്ളാൻ പറഞ്ഞു. സർവേശ്വര, എൻ്റെ പ്രാണൻ ഞാൻ ത്യജിക്കാൻ പോവുകയാണ്. അതുവരെ അങ്ങ് അവിടെ നിന്നാൽ എന്ത് ഗുണമുണ്ട്? അങ്ങേ കണ്ടിട്ട് എനിക്ക് മരിക്കാമല്ലോ. എൻ്റെ ജീവിതം ശ്രേഷ്ഠമായി. ഇതുവരെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതൊന്നും പ്രശ്നമില്ല. നന്മതിന്മകളൊക്കെ എവിടെ തീർന്നു? ഈശ്വരനെ കാണുന്നതോട് കൂടിയിട്ട് അതാണ് പരമമായ നേട്ടം. അതിതാ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് കൈവന്നിരിക്കുന്നു. സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം യാവതിദം ഹിനോമ്യകം. എൻ്റെ ശരീരത്തെ വിടുന്നത് വരേക്ക് സർവേശ്വര അങ്ങ് അവിടെ കുറച്ച് നേരം നിൽക്കാൻ കാരുണ്യം ഉണ്ടാവണേ എന്ന് പറയണം. പ്രസന്നകാസാരുണലോചനോല്ലസൽ പുഞ്ചിരിയോട് കൂടിയിട്ട് നിൽക്കുന്നതായിട്ടുള്ള ആ രൂപം, മുഖാംബുജോ ധ്യാന പദച്ചതുർഭുജ. എവിടെയാ ഈ ഭഗവാൻ ഉണ്ടാവുക എന്നാണെങ്കിൽ ധ്യാനം ശീലിക്കുന്നവരുടെ ഭക്തന്മാരുടെ മനസ്സിൽ മാത്രം. എവിടെ നോക്കിയാലും കാണാൻ കിട്ടുന്ന വസ്തുവാണോ എന്ന് ചോദിച്ചാൽ അല്ല. ധ്യാനപദച്ചതുർഭുജ. ഏതൊരാൾ ഭക്തിയോട് കൂടിയിട്ടും നിഷ്കർഷയോട് കൂടിയിട്ടും ധ്യാനിക്കുന്നുവോ യോഗികളുടെ ഹൃദയത്തിൽ മാത്രം കാണപ്പെടുന്ന ഭഗവാനാണ്. ദാ ഇവിടെ അത്ഭുതകരമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു. എൻ്റെ ഭാഗ്യം എന്നല്ലാണ്ട് എന്താ പറയുക, അങ്ങനെയൊന്നും വരുന്ന ആളല്ല ഭഗവാൻ. എൻ്റെ ശരീരം വെടിയുന്നത് വരെ കൃഷ്ണ അവിടെ നിൽക്കണേ. സൂതവാച യുധിഷ്ഠിരത്തദാകർണ്യശയാനം ചരപഞ്ചരേ അപൃച്ഛത് വിധാന്തർമാൻ ഋഷീടാം അനുശൃണ്വതാം. സമയത്ത് എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? ധർമ്മപുത്രർക്ക് ചില സംശയങ്ങളുണ്ട്. അത് ഭഗവാൻ പറഞ്ഞിട്ട് വിശ്വാസമായില്ല. അപ്പോൾ ഭീഷ്മരെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് ആ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. അപ്പോൾ യുധിഷ്ഠിരനോട് പറഞ്ഞു ഭഗവാൻ, എല്ലാ കാര്യങ്ങളും ചോദിച്ചോളൂ യുധിഷ്ഠിര. അതനുസരിച്ചിട്ട് യുധിഷ്ഠിരൻ ശരപഞ്ചരത്തിൽ കിടക്കുന്ന ശയാനം ശരപഞ്ചരേ എല്ലാ വിവിധാൻ ധർമാൻ അപൃച്ഛത് ചോദിച്ചു. വിവിധ ധർമ്മങ്ങളെക്കുറിച്ച് ചോദിച്ചു. അപൃച്ഛത് വിവിധാൻ ധർമാൻ ഋഷീനാം അനുശൃണ്വത. ഋഷികൾക്കും കൂടി കേൾക്കത്തക്ക വിധം. ഉപദേശങ്ങളൊക്കെ ഒരാൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അവിടെ ഋഷിമാരുണ്ട്, അവർക്കൊക്കെയും തന്നെ കേൾക്കാൻ വേണ്ടിക്കൊണ്ട് ഭഗവാൻ ചോദിച്ചാൽ ഭീഷ്മർ പറയൂല. അപ്പോൾ എല്ലാവർക്കും കേൾക്കാം എന്ന നിലയ്ക്ക് അവിടെ ചോദിച്ചു. എന്തൊക്കെയാണ് ചോദിച്ചതും പറഞ്ഞതും? പുരുഷ സ്വഭാവവിഹിതാൻ യഥാവർണം യഥാശ്രമം വൈരാഗ്യരാഗോപാദിഭ്യാമംനാദോഭയലക്ഷണാൻ. പുരുഷന്മാർക്ക് വേണ്ടതായിട്ടുള്ള ധർമ്മം, സ്ത്രീകൾക്ക് വേണ്ടതായിട്ടുള്ള ധർമ്മങ്ങളും ഉണ്ട്. അതടുത്ത ശ്ലോകത്തിൽ പറയും. പുരുഷന്മാർക്ക് വേണ്ട ധർമ്മം, സ്ത്രീകൾക്ക് വേണ്ട ധർമ്മം, യഥാവർണം യഥാശ്രമം. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ ഏതെല്ലാം? ഇത് ജാതിയല്ല, ഓരോരുത്തരുടെ ധർമ്മപ്രകാരം അനുഷ്ഠിക്കുന്ന പ്രവൃത്തി അതാക്കി നാലാക്കി ഭാജിച്ചു എന്നേ ഉള്ളൂ. അത് ജാതിയല്ല, വർണ്ണവും ജാതിയും ഒന്നല്ല, വ്യത്യാസമുണ്ട്. പ്രവൃത്തി ചെയ്യുന്നതിനനുസരിച്ചിട്ടൊരു വിഭാഗം എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് ഏത് കാലത്തും ഉണ്ടാവും. പശുക്കളെ നോക്കണവർ പന്നില്ലേ? ഉണ്ടാവും, ഏത് കാലത്തും ഉണ്ടാവും ചെയ്യും ഇല്ലേ? ഈശ്വരകാര്യങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് ബ്രാഹ്മണർ, അല്ലാണ്ട് സമുദായമല്ല. ഇവിടെ ശൂദ്രവേല എന്ന് പറഞ്ഞാൽ പ്യൂണ അറ്റൻഡർ അതൊക്കെ ഒന്നും ഇല്ലേ, ഇല്ലാണ്ടിരിക്കുമോ? അപ്പോൾ ഏത് കാലത്തുള്ളിടത്തോളം ഈ 4 വർണ്ണം അവരവരനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളെക്കുറിച്ച് യഥാശ്രമം, ബ്രഹ്മചര്യം, ഗൃഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ 4 ജീവിതഘട്ടങ്ങൾ, അതിനെക്കുറിച്ചുള്ള ധർമ്മങ്ങൾ. ന്യാസധർമ്മം എന്തൊക്കെയാണ്? ഗൃഹസ്ഥധർമ്മം എന്തൊക്കെയാണ്? ബ്രഹ്മചാരി അനുഷ്ഠിക്കേണ്ട ധർമ്മം ഏവ, സന്യാസധർമ്മം മുതലായിട്ടുള്ളതിനെ പറഞ്ഞു കൊടുത്തു. പുരുഷന്മാർ അനുഷ്ഠിക്കേണ്ട ധർമ്മം യഥാവർണം യഥാ ആശ്രമം. വൈരാഗ്യരാഗോപാദിഭ്യാം, വൈരാഗ്യം എന്ന ഉപാധികളാൽ പറയപ്പെട്ട 2 വിധ ലക്ഷണത്തോടു കൂടിയവരെയും എല്ലാം ധർമ്മങ്ങളെ കേൾപ്പിച്ചു. എല്ലാവരും അനുസരിക്കേണ്ടതായിട്ടുള്ള വിഷയവൈരാഗ്യമാകുന്ന ലക്ഷണവൃത്തി അതെല്ലാവർക്കും ബാധകമാണ്. വർണ്ണമോ ആശ്രമോ ബ്രാഹ്മണനോ ക്ഷത്രിയോ അങ്ങനെയൊന്നുമില്ല.
വൈരാഗ്യം വേണ്ടാത്തവരാളുള്ള പ്രപഞ്ചത്തോടുള്ള വിരാഗമാണ് വൈരാഗ്യം, ശത്രുതയല്ല. വൈരാഗ്യം, എനിക്ക് അവനോടുള്ള വൈരാഗ്യം ഞാൻ മരിച്ചാലും തീരില്ല എന്ന് പറയും ചിലപ്പോൾ. അത് വൈരാഗ്യമല്ല, ആ വാക്ക് പ്രയോഗിച്ചത് തെറ്റാ. ശത്രുത എന്നാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ശത്രുതയല്ല വൈരാഗ്യം. അവിടുത്തെ പര്യായമായിട്ട് പറയും, ഇതാ അവൻ എന്നോട് ഇത്ര വൈരാഗ്യം. അത് ശരിയേ അല്ല. പ്രപഞ്ചത്തിനോട് ഉള്ള വിരാഗമാണ് വൈരാഗ്യം, വിരക്തി ശരിക്കും പറയാച്ച, അതാണ് വൈരാഗ്യം. അതെല്ലാവർക്കും വേണം. അതിപ്പോൾ വർണ്ണാശ്രമധർമ്മങ്ങൾ, അപ്പോൾ അതെല്ലാവർക്കും വേണം എന്നത് ആംനാദോ ലക്ഷണാൻ പറയപ്പെട്ട എല്ലാവിധ ലക്ഷണങ്ങളോട് കൂടിയത് ആംനാദോഭയ ലക്ഷണാൻ എല്ലാ ധർമ്മങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. ദാനധർമാൻ, രാജധർമാൻ, മോക്ഷധർമാൻ വിഭാഗശ, എങ്ങനെയൊക്കെയാണ് ദാനം ചെയ്യേണ്ടത്, ഇത് നിയമങ്ങളൊക്കെ ഉണ്ട്. വെറുതെ എന്തെങ്കിലും എടുത്തു കൊടുത്താൽ ദാനം ആവില്ല. അപ്പം അതിനെന്തൊക്കെയാണ് വേണ്ടത്? രാജധർമാൻ, രാജാവ് അനുഷ്ഠിക്കേണ്ട ധർമ്മം. മോക്ഷധർമാൻ, മോക്ഷം കിട്ടേണ്ട ഒരാൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത്, രണ്ടുമുണ്ട്, ചെയ്യരുതാത്തതുമുണ്ട്. രാജധർമാൻ, മോക്ഷധർമാൻ, സ്ത്രീധർമാൻ, സ്ത്രീ ആയാൽ എന്തൊക്കെ ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്. പിന്നെ ഭഗവത് ധർമാൻ, ഭാഗവത ധർമ്മങ്ങളെയും വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ചുരുക്കമായിട്ടും പറഞ്ഞു, ചിലതൊക്കെ വിസ്തരിച്ചിട്ടും പറഞ്ഞു. ആനുശാസിക പർവണത്തിലും ശാന്തി പർവത്തിലും ഭാരതത്തിൽ ഈ ഭീഷ്മോപദേശം വിസ്തരിച്ച് ശരിക്കും ലോകത്തിൽ വളരെയേറെ ആവശ്യമുള്ള ഉപദേശ സംഹിതകളാണെന്നാണ് അറിവുള്ളവർ പറയുന്നത്. സ്ത്രീധർമാൻ, ഭഗവത് ധർമാൻ, സമാസവ്യാസയോഗത, ധർമ്മങ്ങളെല്ലാം ആ ഭീഷ്മർ ശരശയ്യയിൽ കിടന്ന് അവിടെ കൂടിയവർക്കൊക്കെ കേൾക്കത്തക്ക വിധം പറഞ്ഞു കൊടുത്തു. ധർമ്മോത്തരക്കും മാത്രമല്ല എന്നർത്ഥം, ഋഷിമാർക്കും എല്ലാവർക്കും കേൾക്കത്തക്ക വിധം പറഞ്ഞു കൊടുത്തു. അതിനാണ് മഹാഭാരതം. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ധർമാർത്ഥ കാമമോക്ഷാഞ്ചസ്തകോപായാന്യഥാമുനേ നാനാഖ്യാനേ ദിഗാസേഷു വർണ്ണയാമാസ തത്വവേദ്. അല്ലയോ ശൗനകമുനേ എന്ന് വിളിക്കുകയാണ്. ഉപായങ്ങളോട് കൂടിയതായിട്ടുള്ള ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം മുതലായ പുരുഷാർത്ഥങ്ങൾ നേടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് മോക്ഷധർമാൻ, ദാനധർമാൻ, രാജധർമാൻ, മോക്ഷധർമാൻ വിഭാഗശ, സ്ത്രീധർമാൻ, ഭഗവത് ധർമാൻ, തമാസഭ്യാസയോഗത. ധർമാർത്ഥ കാമ മോക്ഷാംശ, ധർമ്മം, അർത്ഥം, കാമ, മോക്ഷമാണ് പുരുഷാർത്ഥങ്ങൾ. നാനാഖ്യാനേതി ആസേഷു, പലതരത്തിലുള്ള ആഖ്യാനങ്ങളും കഥകൾ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു. തത്വവിത്ത്, നന്നായിട്ട് അറിയുന്ന ആൾ, തത്വത്തെ അറിയുന്ന ഭീഷ്മർ പല കഥകളുടെ പിൻബലത്തോട് കൂടിയിട്ട് കഥകൾ ഉദാഹരിച്ചു കൊണ്ടാണ് തത്വം പറഞ്ഞത്. വെറും തത്വം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പം അതിനുവേണ്ടി കഥകൾ ഉദാഹരണ സഹിതം ഇതിഹാസത്തോട് കൂടിയിട്ട് പറഞ്ഞ് ഉപകഥകളും കഥകളുമായി കൊണ്ട് പറഞ്ഞ് ആ ധർമാർത്ഥ കാമമോക്ഷങ്ങളുടെ യഥാർത്ഥ സ്വരൂപം വർണ്ണിച്ചു കൊടുത്തു. ധർമ്മം പ്രപദത്തസ്യസ്തകാല പ്രത്യുവർത്തിത യോ യോഗിനച്ഛന്ദമൃത്യോർ വാഞ്ചിതത്തുത്തരായണ. ഇനി ഉത്തരായണം വരെ അങ്ങോട്ട് മരിക്കുക, അത്രയേ വേണ്ടൂ. ധർമ്മത്തെ വിസ്തരിച്ച് പറയുന്ന അവൻ്റെ കാലം സമീപിച്ചു. ഉത്തരായണം വരെയായി, ഏതാനും ചെറിയ സമയം കഴിഞ്ഞുള്ളൂ. അത് വന്നാൽ ആട് പോവുക, അത്രയേ ഉള്ളൂ. ഛത്തമൃത്യോ, സ്വച്ഛന്ത മൃത്യു, യോഗിയുടെ മാത്രം ചിലർക്ക് സ്വായത്തമായിട്ടുള്ള സിദ്ധിയാണ് സ്വച്ഛന്ത മൃത്യു. സ്വച്ഛന്ത മൃത്യു എന്ന് പറഞ്ഞാൽ മരണം ഇല്ലാതിരിക്കലല്ല കേട്ടോ. ചിലർക്ക് അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്. മരണം തൻ്റെ ഇഷ്ടത്തിനാക്കാം, അത്രയേ ഉള്ളൂ. ചില സമയങ്ങളുടെ ക്രമീകരണം നടത്താം, അത്രയേ ഉള്ളൂ. ഇന്നുള്ളത് നാളെയാക്കാം, നാളെയുള്ളത് മറ്റന്നാക്കാം, അതിനൊക്കെ ചെയ്യാം. വേഗമാക്കണം വെച്ചാൽ വേഗമാക്കാം, പക്ഷേ ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല. അത് സ്വച്ഛന്ത മൃത്യു അല്ല. അതുകൊണ്ട് സ്വച്ഛന്ത മൃത്യു തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചില മാറ്റങ്ങൾ മരണത്തിനെ കുറിച്ച് വരുത്താം. അത് സാധാരണക്കാർക്ക് പറ്റില്ലല്ലോ. ക്ഷയിച്ച സമയത്ത് തന്നെയാണ് മരണം ഉണ്ടാവുക. കുറച്ച് കഴിയട്ടെ എന്ന് പറയാൻ പറ്റുമോ? പക്ഷേ അത് ഭീഷ്മർക്ക് കഴിയും. ഇവിടെ ഉത്തരായണം വരണ വരെയാണ് ഭീഷ്മർ അത് ഉപയോഗിക്കുള്ളൂ. അതിലപ്പുറം ജീവിക്കണം എന്ന് എന്ത് ശരീരം ധരിച്ച് ജീവിച്ചിട്ട് അവർക്കൊന്നും അതിൽ ആസക്തിയില്ലല്ലോ. എന്തിനാണ് ശരീരം ധരിക്കുന്നത്? മുക്തി കിട്ടാൻ. അത് ഉറച്ചാൽ പിന്നെ ശരീരത്തിൻ്റെ ആവശ്യമില്ല. ഭരദ്വാജൻ, ശബരി ഇവരൊക്കെ രാമനെ കണ്ടതിൻ്റെ ശരീരം അഗ്നിയിൽ ഉപേക്ഷിച്ച കഥ നമുക്ക് ഓർത്താൽ അറിയാം അല്ലേ? അവരൊക്കെ എന്തിനാണ് ശരീരം ധരിച്ച? രാമനെ ഒന്ന് കാണാൻ. അത് കഴിഞ്ഞു ഇനി ഇതും വെച്ചുപടി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതുകൊണ്ട് നേടേണ്ടതായി.
അതേപോലെ സ്വച്ഛന്ത മൃത്യു, ഭഗവാൻ വരണവരെ ഈ ശരീരത്തെ നിർത്തണം. അത് പായല്ലോ, ഇനി ആവശ്യമില്ല, മതിയായി ഭീഷ്മർക്ക്. എന്തോ നേടേണ്ടതെന്തോ അത് നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കണ്ടതന്നെ കാണുക, കേട്ടതന്നെ കേൾക്കുക, എന്തിനാപ്പം അങ്ങനെ? തരായണം വരണം, അതുവരെയും കൂടി ഈ ശരീരത്തെ ധരിക്കാൻ ഭീഷ്മർ തീരുമാനിച്ചിട്ടുണ്ട്. തദോപസംവൃത്യ ഗിരസ്തകത്രണീർവിമുക്ത സംഘം മനാദിപൂരുഷേ കൃഷ്ണേലതർപ്പീതപടേ ചതുർഭുജേ പുരത്തിതേ മീലിത ദൃഗ്വ്യധാരയൽ. ഈ ഭീഷ്മരെന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത? സഹസ്രണി എന്ന് പറഞ്ഞിരിക്കുക അവിടെ. 1000 ഒരക്ഷൗഹിണി പടാന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആന, കുതിര, തേരാൾ, കണക്കൊക്കെ അവിടെ ഒരുത്തിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 1000 അക്ഷൗഹിണികളോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ കഴിയത്രേ ഭീഷ്മർക്ക്. അധികം കഴിയണ കാര്യമല്ല അത്. ആലോചിച്ച് നോക്കണം, ലക്ഷക്കണക്കിന് ആൾക്കാരോട് ആന, കാലാള്, കുതിര ഒറ്റയ്ക്ക് പൊരുതണേ, അതിനുള്ള കഴിവുണ്ട് ഭീഷ്മർക്ക്. അതിനാണ് സഹസ്രണി വാക്കുപയോഗിക്കുക. സഹസ്രണി, 1000 അക്ഷൗഹിണി പടകളോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ കഴിവുള്ളവൻ സഹസ്രണി. ആ സഹസ്രണിയായിട്ടുള്ള ഭീഷ്മർ തതോപസംവൃത്യ, വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിച്ചു, ഉപസംഹരിച്ചു. ഇനി തനിക്ക് ഈ ലോകം എന്ന് പറയുന്ന സംഗതിയിൽ മനസ്സിലില്ല, യാതൊന്നുമില്ല. എല്ലാറ്റിൽ നിന്നും മനസ്സിനെ പിൻവലിച്ചിട്ട് ഉപസംഹൃത്യ ഗിര, ഗിര എന്ന് പറഞ്ഞാൽ വാക്കുകളെയും പിൻവലിച്ചു. ചില ആൾക്കാർ ഈ വയസ്സായി കഴിഞ്ഞാൽ മിണ്ടാതെ ആവണ കാണാം. ഒന്നും മിണ്ടില്ല അവർ. എപ്പോഴെങ്കിലും ഒരു വാക്കോ 2 വാക്കോ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം അവർക്കിനി ഒന്നും പറയാനില്ല കാര്യമായിട്ട്. ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ചർച്ച വേണ്ട, അതിൽ താല്പര്യമില്ല, ഒന്നുമില്ല. അദ്ദേഹം ചോദിച്ചാൽ മറുപടി പറയും, ഇത്രയേ ഉള്ളൂ. വാക്കുകളെ ഉപസംഹരിക്കുക എന്നത് ലോകവിരക്തിയുടെ ഒരു ലക്ഷണമാണ്. ഒന്നും പറയാൻ താല്പര്യമില്ല, ഒന്നും കേൾക്കാനും താല്പര്യമില്ല. വാക്കുകളെ ഉപസംഹരിച്ചിട്ട് എന്തു ചെയ്തു? ഭഗവാനെ നോക്കി മനസ്സാണ്ട് ഉറപ്പിച്ചു എന്ന് പറയാണ്. കൃഷ്ണേലസത് പീതപടേ ചതുർഭുജേ. അവിടെ 2 കൈയുള്ള കൃഷ്ണനെ എങ്ങനെയാ 4 കൈയുള്ളവനായിട്ട് ഭീഷ്മർക്ക് കാണിച്ചു കൊടുത്തു എന്ന് വേണം കരുതാൻ. ചതുർഭുജേ, കൃഷ്ണൻ 2 കൈയല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ ചതുർഭുജനായിരിക്കുന്ന വിഷ്ണു സ്വരൂപം മരിക്കുന്ന സമയത്ത് അങ്ങനെയാണെന്നാണ് കാണേണ്ടത്. സ്വപ്നേ സ്മര ഗോവിന്ദം സങ്കടേ മധുസൂദനം എന്നൊരു ശ്ലോകത്തിൽ പറയും അല്ലേ, മരിക്കുന്ന സമയത്ത് ചതുർഭുജനായിട്ടുള്ള വിഷ്ണുവിനെ സ്മരിച്ചിട്ട് മരിക്കണം. അപ്പോൾ ഇവിടെ ആ രൂപം കാണിച്ചു കൊടുത്തു. ചതുർഭുജേ, ശരിക്കും ഭഗവാന് 2 കൈയുള്ളൂ ആ സമയത്ത് കൃഷ്ണന്, എങ്കിലും ചതുർഭുജനായിട്ട് ഭീഷ്മർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഭഗവാന് വല്ല വിഷമമുണ്ടോ? എത്ര രൂപം വേണമെച്ചാലും കൊടുക്കാം ഒരേ സമയത്തിൽ, ഓരോരുത്തർക്കും ഓരോ പോലെ തോന്നിക്കാൻ. ഭഗവാൻ എന്താ വിഷമം? കൃഷ്ണേലസത് പീതപടേ ചതുർഭുജേ, പീതപടേ മഞ്ഞപ്പട്ടുടുത്ത, ശംഖചക്രം ഗദ താമരപ്പൂവ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അതിങ്ങനെ കണ്ടു. പുരസ്ഥിതേ അമീലിത ദൃഗ്വ്യധാരയിൽ, കണ്ണടയ്ക്കാതെ അതിനെ നോക്കി കുറച്ച് നേരം അങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ആ രൂപം നല്ലോണം നോക്കിക്കണ്ടു. ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ ഉറപ്പിച്ച് ബാക്കി എല്ലാ ചിന്തകളും അങ്ങോട്ട് തടഞ്ഞു. തൻ്റെ യോഗധാരണ കൊണ്ട് ഇനിയൊന്നും ഇവിടേക്ക് കിടക്കണ്ട, പ്രവേശനമില്ല, എല്ലാറ്റിനെയും തടഞ്ഞ് ഈശ്വരൻ്റെ രൂപം വ്യക്തമായിട്ടങ്ങനെ നോക്കി കാണുകയാണ് കണ്ണുകൊണ്ട്. വിശുദ്ധയാധാരണയാ കഥാശുഭത്തദീക്ഷയേവാശു ഗതായുധവ്യത നിവൃത്ത സർവേന്ദ്രിയവൃത്തി വിഭ്രമ തുട്ടാവജന്യം വിസജഞ്ജനാർദ്ദനം. വിശുദ്ധമായിരിക്കുന്ന ധാരണയാ, ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ ഉറപ്പിക്കുന്നതിനാണ് ധാരണ എന്നുള്ള വാക്ക് സാങ്കേതിക വാക്കാണത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ധാരണ എന്താ ഒരു ധാരണയിലെത്താത്തത്? അവൻ ഇപ്പം അങ്ങനെ ധരിച്ചത് എന്നുള്ള ധാരണയല്ല ഇവിടെ. സാങ്കേതിക പദമായതുകൊണ്ട് ഭഗവത് സ്വരൂപത്തെ മനസ്സിലങ്ങനെ കാണുക, അതാണ് ഇവിടെ ധാരണ. ധാരണ നിമിത്തം എന്തുണ്ടായി? എല്ലാ അശുഭങ്ങളും പോയി. ഹതാശുഭ, ഹതാശുഭയല്ല, ഹതാ അശുഭ, അശുഭങ്ങൾ പോയി, ഹതാ ഇല്ലാണ്ടേ. ഹതാശുഭ എന്നല്ല വായിക്കരുത്, ഹതാശുഭ. അശുഭങ്ങളൊക്കെ മനസ്സിൽ നിന്ന്
പോയി. ഈശ്വരനാടെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അശുഭം ബാക്കി നിൽക്കുമോ? ഹനിക്കപ്പെട്ട അശുഭങ്ങളോട് കൂടിയവനായിട്ട് തദീക്ഷയാ കൃഷ്ണൻ്റെ കടാക്ഷം എങ്ങനെ ഏറ്റുവാങ്ങി? തദീക്ഷയായേവ കടാക്ഷം ഗതായുധ വ്യഥ, എല്ലാ വ്യഥകളും മാറി. ആയുധങ്ങളെ ഏറ്റിട്ട് ശരീരത്തിൽ മുറിഞ്ഞിട്ടുണ്ട്. ശരത്തിലല്ലേ കിടപ്പ്, എല്ലാ ശരീരാംഗങ്ങളും മുറിഞ്ഞിരുന്നു. പക്ഷേ അവൻ്റെ തദീക്ഷയ, അവൻ്റെ എന്നാണ് ശരിക്കും ഭഗവാന്റെ കടാക്ഷം കൊണ്ട് എല്ലാ വേദനയും ഇല്ലാണ്ടായി. ഹരിസ്മൃതി സർവവിപത് വിമോക്ഷണം. ഭഗവാനെ സ്മരിച്ചാൽ തന്നെ എല്ലാ ആപത്തും ഇല്ലാണ്ടാവും. ഭഗവാനെ കണ്ടാലോ, കാളിന്തി തീരത്ത് ഈ ഗോപന്മാർ വിഷം കലർത്തിയ വെള്ളം കുടിച്ച് മരിച്ചു കിടക്കണത് ഭഗവാൻ കണ്ടപ്പോൾ ഒറ്റ നോട്ടം കൊണ്ടാത്ര അവരെ മുഴുവൻ ജീവിപ്പിച്ചത്. ഈക്ഷയാ ജീവയാമാസ, ഒറ്റ നോട്ടം കൊണ്ട് അവരെ മുഴുവനെ ജീവിപ്പിച്ച ആളാ ഭഗവാൻ. അങ്ങനത്തെ ഭഗവാന് കുറച്ച് മുറിവുകളില്ലാണ്ടേക്കാനാണോ വിഷമം? അതാണ് ഭഗവാന്റെ കടാക്ഷങ്ങളിൽ. തദീക്ഷയേ വാശു, ആ ഭഗവാന്റെ കണ്ണ് നോട്ടം കൊണ്ട് ഗതായുധ വ്യഥ, എല്ലാവിധ വേദനകളും ശരീരത്തിൽ നിന്നാണ് നീങ്ങി. എന്നിട്ടോ നിവൃത്ത സർവേന്ദ്രിയ വൃത്തിവിഭ്രമ, എല്ലാ ഇന്ദ്രിയ ദുഃഖങ്ങളിൽ നിന്നും മുക്തി നേടി. ഒരു ഇന്ദ്രിയങ്ങളും ഭീഷ്മരെ ദുഃഖിപ്പിച്ചില്ല കൃഷ്ണനെ കണ്ടപ്പോൾ. കണ്ണുകൊണ്ടുള്ള ദുഃഖം, ചെവി കൊണ്ടുള്ള ദുഃഖം, നാവ് കൊണ്ടുള്ള ദുഃഖം. ശരിക്കും ഇതുകൊണ്ടൊക്കെ സുഖം അനുഭവിക്കുക എന്ന് പറഞ്ഞേക്കാളും നല്ലത് ദുഃഖം അനുഭവിക്കുക എന്ന് പറയുക. കാരണം അതേ കിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ നേരെ? കുറച്ച് കഴിഞ്ഞാൽ ചെവി കേൾക്കുമോ? അതുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളും ശരിക്കും പറയാച്ചാൽ ദുഃഖപ്രദങ്ങളാണ് സാധാരണ നിലയ്ക്ക്. അതിൽ നിന്ന് നിവൃത്തി നേടി. നിവർത്ത സർവേന്ദ്രിയ വൃത്തി വിഭ്രമ. എന്നിട്ടോ തുഷ്ടാവജന്യം പിതൃജഞ്ജനാർദ്ദനം, സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ തുഷ്ടാവ സ്തുതിച്ചു. മരിക്കണതിൻ്റെ മുമ്പ് 2 വാക്ക് ഭഗവാനെ തുതിച്ചിട്ടാവാം പ്രാണൻ വെടിയുക എന്നങ്ങനെ പറഞ്ഞ് വീണ്ടും ജന്മം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ശരീരത്തെ ജന്യം എന്ന് പറയുന്നത്. ജന്യം എന്ന് പറഞ്ഞാൽ ശരീരം. ഈ ശരീരം നമുക്ക് വീണ്ടും ജന്മത്തെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ജന്യം എന്ന് പേര്. ശരീരത്തെ വെടിഞ്ഞു. തുഷ്ടാവ ജനാർദ്ദനം, ജന്യം വിസജൻ. ജനാർദ്ദനനെ സ്തുതിച്ചുകൊണ്ട് ശരീരത്തെ വെടിഞ്ഞു. ജനാർദ്ദനം എന്ന അവസാനം വെച്ചത് കവിതയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ. തുഷ്ടാവ ജനാർദ്ദനം എന്നാണ് ശരിക്ക് വരിക. തുഷ്ടാവ ജനാർദ്ദനം ജന്യം വിസൃജൻ. ജനാർദ്ദനനെ സ്തുതിച്ചുകൊണ്ട് ശരീരത്തെ വെടിഞ്ഞു. ഭീഷ്മരുടെ ഏതാനും സ്തുതിയാണ്. മഹാഭാരതത്തിലൊരു അധ്യായം മുഴുവൻ ഭീഷ്മസ്തുതിയുണ്ട്. പക്ഷേ ഇത്ര ഭക്തി ഇല്ല എന്നാണ് ചിലർ പറയണം. സാധാരണ വർണ്ണിച്ചിട്ടുള്ളൊരു വലിയ അധ്യായമുണ്ട് ഭീഷ്മസ്തുതി. ഭാരതത്തിലത്തെ ഭീഷ്മസ്തുതി ഭാഗവതത്തിലത്തെ ഭീഷ്മസ്തുതിയും തമ്മിൽ ആ വലിപ്പത്തിൽ ഭാരതത്തിലത്തെ കൂടുക. ഒരധ്യായം മുഴുവൻ തസ്മൈ കാലാത്മനേ നമ, തസ്മൈ സൂക്ഷ്മാത്മനേ നമ, തസ്മൈ ഭൂതാത്മനേ നമ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതി പോവുക. ഒക്കെ നിഷ്ടുപ്പ. ഇതങ്ങനെയല്ല. മനോഹരമായിട്ടുള്ള വൃത്തത്തിൽ കുറച്ച് ശ്ലോകയിൽ വെച്ചാലും മനോഹരമായിട്ടുള്ളൊരു സ്തുതിയാണ് ഭീഷ്മസ്തുതി. ഭീഷ്മ ഉവാച ഇതിമതിരുപകൽപ്പിതാ വിതൃഷ്ണ ഭഗവതി സത്തതപുങ്കവേ വിഭൂമിനി സ്വസുഖമുപകതേ ക്വചിത് വികർത്തും പ്രകൃതിമുപേയുഷിയ ഭവത്പ്രവാഹ. ഭീഷ്മർ പറയാണ്, ആ ഭഗവാനിൽ എൻ്റെ മനസ്സ് ഇപ്പോൾ ഇതാ ഉറച്ച് സ്ഥിതി ചെയ്തിരിക്കുന്നു. മേ മതി ഉപകൽപ്പിത. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി. പല പ്രാവശ്യം വന്ന വാക്കാണല്ലോ മതി. മേ മതി ഉപകൽപ്പിത, ഉറച്ചു നിന്നു. ആരിൽ? ഭഗവതി. ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ. ഒരു വിഭക്തിയാണ് കേട്ടോ അത്. ഭഗവതി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീപക്ഷത്തുള്ള ദേവി എന്നുള്ള അർത്ഥത്തിലല്ലേ പറയുക? അതല്ല, ഭഗവാൻ. അത് കർത്തരി പ്രയോഗം എന്ന് പറയാം. ഭഗവതി, ഭഗവാനിൽ. ഇൽ എന്നുള്ള ആ വിഭക്തിയാണ് വരിക. അതാണ് ഭഗവതി, ഭഗവാനിൽ. വിഭക്തി അങ്ങനെ വരിക. ഭഗവതി മേ മതി ഉപകൽപ്പിത. ആ ഭഗവാനിൽ എൻ്റെ ബുദ്ധി ഇതാ ഇപ്പോൾ ഉറച്ചിരിക്കുന്നു. ഭാഗ്യം കൊണ്ടുണ്ടാവുന്ന ഒരു കാര്യം അത്. ഒന്നുകൊണ്ട് ഉറച്ചാൽ തന്നെ അപ്പം അവിടുന്ന് വേറെ പോവും. അങ്ങനെയുള്ളൂ മനസ്സിൻ്റെ ഒരു സ്ഥിതി. ഇതാ ഭാഗ്യം കൊണ്ട് ഭഗവതി മേ മതി ഉപകൽപ്പിത.
ഭഗവാനിൽ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഇനി ബാക്കിയൊക്കെ ഭഗവാന്റെ വിശേഷണങ്ങളാണ്. എങ്ങനത്തെ ഭഗവാനിൽ? സാത്തത പുങ്കവേ, സത്തുക്കളുടെ നാഥനായിട്ടുള്ള ഭഗവാൻ. എവിടെയൊക്കെ സത്തുക്കളുണ്ടോ അവിടെ ഭഗവാൻ ഉണ്ടാവും. സജ്ജനങ്ങളുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമുള്ള ഭഗവാൻ. സാത്തത പുങ്കവേ വിഭൂമിനി. അടുത്ത വിശേഷണം വിഭൂമിനി. വിഭൂമിനി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രഭു ആയിട്ടുള്ളവനെ എന്നെ വിഭൂമിനി, പരമസുഖ സ്വരൂപനും. എത്ര അർത്ഥം വേണമെച്ചാലും വിഭു എന്നുള്ള വാക്കിന് പറയാം. പരമാത്മാവ് എന്ന് മൊത്തത്തിൽ പറയാം. എല്ലാ ദിക്കിലും വ്യാപിച്ചവൻ, സർവ്വസുഖത്തിൻ്റെ അധിപൻ, എല്ലാറ്റിൻ്റെ നിയന്ത്രണമുള്ളവൻ, എല്ലാവരുടെയും പ്രഭു. അതിന് മീതെ ഒരാളില്ല. അതിനൊക്കെയാണ് എന്ത് പറയുക? വിഭൂമിനി. പരമസ്ഥാനത്ത് നിൽക്കുന്ന പരമാത്മാവും സത്തുക്കളുടെ നാഥനും. നീണ്ട് സ്വസുഖമുപഗതേ ക്വചിത് വികർത്തും പ്രകൃതിമുപേയുഷിയ ഭവത്പ്രവാഹ. തൻ്റെ സുഖത്തിനായിക്കൊണ്ട് എടുക്കുന്ന ഓരോരോ അവതാരങ്ങൾ, വിഹാരങ്ങൾ, ലീലകൾ ലോകത്തിനുപകാരമായിട്ട് വരുന്നു. സൃഷ്ടിയാദി വ്യാപാരം നടന്ന ഭവപ്രവാഹ. മനസ്സിൻ്റെ ധാരണാവൃത്തി ഇപ്രകാരം സമർപ്പിതയായി അത് ഹേതുവായിട്ട് എന്തുണ്ടാവണു? ഈ ലോകത്തിൻ്റെ സംസാരത്തിൽ നിന്നുള്ള ദുഃഖം ഇല്ലാണ്ടാവുന്നു. ജനനമരണ പരമ്പരയെ ഉണ്ടാക്കി തീർക്കുന്ന സൃഷ്ടിയാദി ലീലകൾക്ക് വേണ്ടി ചിലപ്പോൾ സ്വേച്ഛയാ ഭഗവാൻ ധർമ്മത്തെ അംഗീകരിക്കുന്നു. ജനനം, മരണം മുതലായിട്ടുള്ള പ്രക്രിയകൾ, സൃഷ്ടിസ്ഥിതികളും ഉണ്ടാക്കണു. ലോകം ശരിക്കുള്ളതല്ല, ഭഗവാൻ ദൃഷ്ടിക്കുകയാണ്, സത്യത്തിലില്ല. അതുകൊണ്ട് എന്തുണ്ടാവണു? ഭവത്പ്രവാഹ, സംസാരം, സൃഷ്ടിയാദി വ്യാപാരം ഇതൊക്കെ ഉണ്ടാവുന്നു. ചിലപ്പോൾ ഭഗവാൻ ഓരോരോ ലീലകൾ ഈ പ്രപഞ്ചത്തിൽ വ്യവഹരിക്കാനായിട്ട് എടുക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം, കർമ്മം ഇതൊക്കെയും ഉണ്ടാവുന്നത്. ഏതുകൊണ്ടാണോ ഭവപ്രവാഹം, സംസാരം ഉണ്ടാകുന്നത്, സൃഷ്ടിയാദി വ്യാപാരങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ചില ധർമ്മങ്ങൾ, ജനനമരണോ കർമ്മങ്ങളോ ഭഗവാൻ സ്വീകരിക്കുന്നു. ഏതുകൊണ്ടാണ് സൃഷ്ടിയാദി വ്യാപാരങ്ങളും പ്രവാഹങ്ങളും ഉണ്ടാകുന്നത്? അങ്ങനെയുള്ള ജന്മകർമ്മങ്ങളെ എടുക്കുന്നവനും തൻ്റെ സുഖത്തിനായിട്ടെടുക്കുന്നു. ഒരു ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് എടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവണു? സംസാരം ഉണ്ടാവണു. അങ്ങനെയൊന്നുമില്ല വെച്ചാൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. സംസാരം ഉണ്ടാവുമോ? ലോകവും ഇല്ല, സംസാരവും ഇല്ല, പ്രപഞ്ചവും ഇല്ല, അല്ലേ? അപ്പോൾ ഒന്നുമില്ല അവിടെ. അത് ഉണ്ടാവണത് എന്തുകൊണ്ടാണെന്നാണ് ഇവിടെ പറഞ്ഞത്. ഭഗവാൻ ചിലപ്പോൾ തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ചില ധർമ്മങ്ങളെ സ്വീകരിക്കുന്നത് കൊണ്ട് ഭവത്പ്രവാഹ. അങ്ങനെ പ്രവാഹത്തെ ഉണ്ടാക്കുന്നവനും സത്തുക്കളുടെ നാഥനും വിഭുവും. 3 വിശേഷണമാണ് പറഞ്ഞത്. പ്രകൃതി മുപേക്ഷിയത് ഭവപ്രവാഹ എന്നൊരൊറ്റൊന്ന്, 2 വരി ഒന്നാ. സ്വസ്തികം ഉപകഥയെ ക്വചിത് വികർത്തും പ്രകൃതി മുപേക്ഷിയ ഭവപ്രവാഹ. 2 വരി ഒരു കാര്യം പറയണം, ഒറ്റ കാര്യമാണ്. തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സുഖത്തിനായിക്കൊണ്ട് വിഹരിക്കാനായിട്ട് ലോകധർമ്മങ്ങളെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് സൃഷ്ടിയാദി ലീലകൾ ഉണ്ടാവുന്നു. അങ്ങനെയുള്ളവനും ഭഗവതി, ഭഗവാനിലും സാത്തത പുങ്കവേ, സത്തുക്കളുടെ നാഥനും വിഭുവും ആയ പരമാത്മാവായുള്ള ഭഗവാനിൽ എൻ്റെ മനസ്സും ബുദ്ധിയും എവിടേക്കും പോവാതെ ഉറച്ചു നിൽക്കണേ ഭഗവാനേ എന്നങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഭീഷ്മർ. ഞാൻ സ്വരൂപത്തെ ഒന്നങ്ങനെ വർണ്ണിക്കുകയാണ്. ത്രിഭുവനകമനന്തമാലവർണ്ണൻ്റെ വികരഗൗരവരംഭരന്തദാനേ വപുരളകുലാവൃതാനനച്യം വിജയസഖേരതി അസ്തുമേനവത്യാ. ആ വിജയസഖാവ്, വിജയൻ എന്ന് പറഞ്ഞാൽ അർജുനൻ, അർജുനൻ്റെ സഖാവായിട്ടുള്ള ഭഗവാനിൽ എൻ്റെ ബുദ്ധി എപ്പോഴും ഉറച്ചു നിൽക്കണേ ഭഗവാനെ, എവിടേക്കും പോവാതെ ഉറച്ചു നിൽക്കണേ. ഈ ബാക്കി വിശേഷണമാണ്. എങ്ങനത്തെ ഭഗവാൻ? ത്രിഭുവനഗമനം, 3 ലോകത്തിലും വെച്ച് സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ സൗന്ദര്യത്തിനോട് ഉപമിക്കാൻ വേറൊന്നുമില്ല. നാരായണ ഭട്ടേരിക്കും കൂടി ഒന്നും കിട്ടാത്തതുകൊണ്ട് അനുപമിതം എന്ന് സാന്ദ്രാനന്ദ ശ്ലോകത്തിൽ തന്നെ കൊടുന്നു. അനുപമിതം, ഇതിനോ പോലെ എന്ന് പറയാൻ വേറൊന്നുണ്ടോ? 2ാമത്തെ ദശകത്തിലും 3ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും പറഞ്ഞു സൗന്ദര്യോത്തരതോപി സുന്ദരതരം. സുന്ദരമായിട്ടുള്ള വസ്തുക്കളിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരമായത് എന്നേ പറയുക വയ്ക്കൂ.
അതേപോലെ വേറൊന്നുമില്ല. എന്നാലല്ലേ അത് ഉപമിക്കാൻ പറ്റൂ. സൗന്ദര്യോത്തരതോപി സുന്ദരതരം. ആ ശ്ലോകത്തിലൊക്കെ അങ്ങനെ ആശ്ചര്യമപ്യ ആശ്ചര്യം, ആശ്ചര്യതോപ്യ ആശ്ചര്യം ഇല്ലേ, ആശ്ചര്യങ്ങളിൽ വെച്ചിട്ട് ആശ്ചര്യമായിട്ടുള്ളതും. ത്രിഭുവനകമനം തമാലവർണ്ണം, നീലമേഘശ്യാമള സ്വരൂപത്തിൽ കൂടി മനോഹരമായിട്ടുള്ള കാർവണ്ടിൻ്റെ മിന്നുന്ന നീലയാണ് അത്രേ ഭഗവാന്റെ നിറം. തമാലവർണ്ണം, അതൊരു ചെടിയാണ്. ആ തമാല ചെടി അതിനെ പോലെയുള്ളതായ നീലനിറം ഉള്ളതും ആയിരിക്കുന്ന അതിമനോഹരവും തമാലം പോലെ ശ്യാമള നിറമുള്ളതും ആയിരിക്കുന്ന രവികര ഗൗരവരംബരന്തധാനെ, സൂര്യരശ്മിയെ പോലെ തിളങ്ങുന്ന മഞ്ഞപ്പട്ടുടുത്തവനും. രവികരം സൂര്യരശ്മി, രവികര ഗൗരവരംബരന്തധാനെ, സൂര്യരശ്മി പോലെ മിന്നിത്തിളക്കമുള്ള മഞ്ഞപ്പട്ട് ധരിച്ചവനും. വപുരളകുലാവൃതാനനാബ്ജം, യുദ്ധത്തിൽ പാറിക്കളിക്കുന്ന കുറുനിരകളോട് കൂടിയവനും. വളരെ നന്നായിട്ടിങ്ങനെ ചീകി വെച്ച പോലെയൊന്നും ഉണ്ടാവില്ലല്ലോ യുദ്ധം ചെയ്യുമ്പോൾ. യുദ്ധം ചെയ്യുമ്പോൾ ലേശാധ്വാനമൊക്കെ ഉണ്ടാവില്ലേ. ഈ കൊട്ടുകാരൊക്കെ ഇങ്ങനെ കൊട്ടുമ്പോൾ അവരുടെ തലമുടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കും ചില കൊട്ടുകാരല്ലേ, നോക്കിയില്ലേ? അത് സ്റ്റൈലാണ്. അധ്വാനിച്ചിട്ടാ കൊട്ടണമെന്ന് വരുത്താൻ വേണ്ടിയിട്ടേ തലമുടിയൊക്കെ ഇങ്ങനെ ഇളക്കുക. അപ്പം അതുപോലെ ഇവിടെ യുദ്ധത്തിൽ ഒന്നങ്ങനെ ഇളകിയിരിക്കുന്നു. വപുരളക കുലാവൃതാനനാബ്ജം, പാറിക്കളിക്കുന്ന കുറുനിരകളെ കൊണ്ട് മൂടിയ അബ്ജം, താമര പോലത്തെ മുഖത്തോടും കൂടിയ വിജയസഖേ, അർജുനൻ്റെ സഖാവായിട്ടുള്ള കൃഷ്ണനിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഉറച്ചു നിൽക്കട്ടെ. ത്രിഭുവനകമനം തമാലവർണ്ണം രവികര ഗൗരവരംബരം ദധാനേ, വപുരളക കുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തുമേനവത്യ, ഉദിതുരകരജോവിധുമ്രവിച്ചൽ കചലുളിത ശ്രമവാരലങ്കൃതാസ്യേ, മമ നിശിതശരീർവിഭിദ്യമാന ത്വജപിലത കവചേത്തു കൃഷ്ണ ആത്മാ. നീ എങ്ങനത്തെ കൃഷ്ണനിൽ നിന്ന് വീണ്ടും പറയുന്നു ഓരോന്ന്. തുരകരജോവിധുമ്രവിശ്വ, യുദ്ധത്തിൽ കുതിരകളുടെ കുളമ്പിൽ നിന്ന് മുകളിലേക്ക് പൊന്തിയ പൊടികൾ. യുദ്ധത്തിൽ കുതിരകളിലിങ്ങനെ ചവിട്ടുമ്പോൾ പൊടി പൊന്തും ഇല്ലേ. ഈ ചന്തയിലൊക്കെ പോയാൽ അവിടെ ഈ കാളകളുടെ ചാണകം കൊണ്ടുള്ള മണം ഉണ്ടാവും. കാരണം അവർ ചവിട്ടുന്ന സമയത്ത് ഈ ചാണകം കലർന്ന പൊടി ഇങ്ങനെ പാറും. അതുപോലെ യുദ്ധത്തിൽ ഈ കുതിരകളുടെ കുളമ്പുകൾ നിന്നുണ്ടാകുന്ന പൊടികൾ ഇങ്ങനെ ആകാശത്തിൽ കുറേശ്ശെ പറക്കും. അത് ഭഗവാന്റെ ശരീരത്തിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. തുരകം എന്ന് പറഞ്ഞാൽ കുതിര. തുരക രജോ വിധൂമ്ര വിശ്വൽ, കുതിരകളുടെ കുളമ്പടികളിൽ നിന്ന് പൊന്തുന്ന പൊടികൾ ഏതൊരു ഭഗവാന്റെ ശരീരത്തിലാണോ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. കചലുളിത ശ്രമവാര്യലങ്കൃതാസ്യേ, അലങ്കരിക്കപ്പെട്ട മുഖത്തോടു കൂടിയവനും. പൊടി ചളി മേല് ആയ ശരിക്ക് സന്തോഷമോ സൗന്ദര്യം ഉണ്ടാവുമോ? അയ്യേ പോയിട്ടൊന്ന് കുളിച്ചു പാടും, എന്താ മേലൊക്കെ ഇങ്ങനെ പൊടിയെന്നാണ് നമ്മൾ പറയുക. സാധാരണ ഒരാളായാലേ മേലൊക്കെ പൊടിചളികൾ അണിഞ്ഞ് എന്തി വണ്ണം നടപ്പൂ. ഭഗവാനാവുമ്പോൾ അതും ഒരു സൗന്ദര്യമാണ് എന്നാണ്. എന്ത് ഭഗവാനോട് ചേർന്നാലും അത് സൗന്ദര്യമാണ്. അതുകൊണ്ട് അവിടെ തുരകരജോവിധുമ്രവിച്ചൽ കചലുളിതശ്രമവാര്യലങ്കൃതാസി. ഇവിടെ അക്ഷരങ്ങളൊക്കെ ഒരു പ്രത്യേക ടൈപ്പാട്ടോ, ശ്രദ്ധിച്ച് ഉച്ചരിച്ച് പഠിക്കേണ്ട. തുരകം എന്ന് പറഞ്ഞാൽ കുതിര, രജസ് എന്ന് പറഞ്ഞാൽ പൊടി. തുരക രജോ വിധൂമ്രവിശ്വ, ആകാശത്ത് നിന്നിങ്ങനെ പൊടി. തുരക രജോ വിധൂമ്രവിശ്വൽ കചലുളിത ശ്രമവാര്യലങ്കൃത, കച്ചം എന്ന് പറഞ്ഞാൽ തലമുടിയാണ്, കച്ചം. ആ തലമുടി നേരെ ചീകി വയ്ക്കാത്ത വിധത്തിൽ പാറിക്കളിക്കുന്ന മുഖത്തോടു കൂടിയവനും. തലമുടി നേരേക്കിയാലല്ലേ ഭംഗി. സാധാരണ അങ്ങനെ പോയിട്ട് തലേന്ന് നേരേക്ക് വരൂ ഹേ എന്ന് പറയും നമ്മളല്ലേ, ഇതങ്ങനെ ചപ്രക്ക എടുത്ത് തലയിട്ട്. പക്ഷെ ഭഗവാന് അതൊന്ന് അങ്ങനെ ഇല്ലാണ്ടായാലും ഭംഗിയാണ്. ചീകി വെച്ചാലും ഭംഗി, ചീകി വെച്ചില്ലെങ്കിലും വേദോ പാട്ടിൽ പറഞ്ഞില്ലേ, ഒന്നുമില്ലെങ്കിലും ഭംഗി തന്നെ. എന്തൊക്കെ അലങ്കരിച്ചാലും അപ്പോഴാണ് തോന്നും ഭംഗി. ഒന്നുമില്ലാന്ന് കോണ കൊടുത്ത് നിൽക്കണ കാണാനോ. ഇത്ര ആളാ കൃഷ്ണനെ കാണാൻ ഭാഗചാരത്തിന് നിൽക്കണം. വേറെ ആരെങ്കിലും ഇപ്പം അങ്ങനെ നിന്നാൽ ഭംഗി ഉണ്ടാവുമോ? ഭഗവാൻ ഒന്നും കൊടുക്കാണ്ട് നിന്നാൽ അതിനും ഉണ്ടൊരു കൗതുകം കാണാൻ ഇല്ലേ. അപ്പം കചലുളിത ശ്രമവാര്യലങ്കൃതാസ്യേ, തലമുടി ചീകാതെ വെച്ചാലും ശരി, കുതിരക്കുളമ്പടിയിരുന്ന് പുറപ്പെടുന്ന പൊടിമേൽ പറ്റിയാലും ശരി, എല്ലാം ഭഗവാന് സൗന്ദര്യമാണ്. മമ നിശിത ശരീർ വിഭിദ്യമാണ്, നീ അതിലും കേമാണ് എൻ്റെ ശരമേറ്റ ഭീഷ്മൻ്റെ ശത്രുപക്ഷത്താണ്.
ദുര്യോധനൻ്റെ പക്ഷത്താണല്ലോ. അപ്പോൾ അസ്ത്രങ്ങൾ ഇങ്ങനെ അയക്കുമ്പോൾ അതൊക്കെ ഭഗവാന്റെ മേൽ കൊള്ളും. അത് കേട്ട് മുറിഞ്ഞ ശരീരത്തോടു കൂടിയവനും അതും ഭംഗിയത്രേ. രക്തം മുറി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഭംഗി ഉണ്ടാവുമോ സാധാരണ? ചോര മഹാശുഭ, അമ്പലത്തിൽ ചോര വീഴരുത് എന്നാണ് നമ്മൾ പറയുക. പക്ഷേ ഭഗവാന്റെ മേലെ അതിനുണ്ടായിരുന്ന ഒരു സൗന്ദര്യം. മമ നിശിത ശരേർ, എൻ്റെ ശരം കൊണ്ട് മുറിഞ്ഞതായിട്ടുള്ള ചോരത്തുള്ളികളെ കൊണ്ട് ശോഭിക്കുന്ന കൃഷ്ണൻ, ആ കൃഷ്ണനിൽ എൻ്റെ മനസ്സും ബുദ്ധി കവചം, ഭഗവാൻ കവചം ധരിച്ചിട്ടുണ്ട് അസ്ത്രം ഏൽക്കാണ്ടിരിക്കാൻ. ആ മുറിഞ്ഞിട്ടുണ്ടെന്നാണ്. ഈ അസ്ത്രം ഏൽക്കുമ്പോൾ കവചം മുറിയും ചിലപ്പോൾ. എൻ്റെ ശരങ്ങളേറ്റ് മുറിഞ്ഞ കവചത്തോടു കൂടിയിട്ടുള്ള ഭഗവാൻ കൃഷ്ണനിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഉറച്ചു നിൽക്കണമേ. ഇനിയും കുറച്ചങ്ങനെ സ്തുതികൾ മുന്നോട്ട് പോവുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.